ഓക്കെ, അറേയിൽ നമ്മൾ എങ്ങനെയാണ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വാട്ട് ഈസ് മീൻ ബൈ അറേ? വാട്ട് ഈസ് മീൻ ബൈ അറേ? പറഞ്ഞോ, വാട്ട് ഈസ് മീൻ ബൈ അറേ? ഡെഫിനിഷൻ അതിലുണ്ട്. എന്താണ് അറേ? അറേ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ related data items, right? Array it is used to store related data items. Okay, definition clear ആണല്ലോ. അപ്പൊ നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അറേയിൽ എങ്ങനെ ചെയ്യണം. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്തിട്ട് എഴുതാൻ പോണ പ്രോഗ്രാം എന്താണെന്നറിയോ? സം ഓഫ് n numbers. സം ഓഫ് n numbers എനിക്ക് കണ്ടുപിടിക്കണം. സം ഓഫ് n numbers എന്ന് പറഞ്ഞാല് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 5 കൊടുത്താൽ 5 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്യും. ഓക്കെ, എന്തെങ്കിലും 5 നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. ഓക്കെ, അതിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രോബ്ലം തരാം, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് കാണിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായ? പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. എന്ത് പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്? സം ഓഫ് n നമ്പേഴ്സ്. നമ്മൾ എത്ര നമ്പേഴ്സ് കൊടുക്കുന്നുണ്ടോ ആ നമ്പേഴ്സിന്റെ സം ആണ് കാണേണ്ടത്. ഇപ്പൊ 5 ആണെങ്കിൽ നിങ്ങൾ 5 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കും. അതിന്റെ സം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സം ഓഫ് n നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ മനസ്സിലായാ? ഇല്ല, മനസ്സിലായി. ഓക്കെ, പക്ഷെ ഇത് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് ചെയ്യാൻ അറിയാമായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്ത് ചെയ്യണം? പോയിന്റേഴ്സ് യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഹെഡർ ഫയൽ യൂസ് ചെയ്യാം. ആഷ് ഇൻക്ലൂഡ് studio.h. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് void main. ഓക്കെ, then open close. ഓക്കെ, ഓപ്പൺ ക്ലോസ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു അറേ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇന്റീജർ a ഓഫ് അറേന്റെ സൈസ് എത്ര കൊടുക്കാം? നിങ്ങൾ തന്നെ പറയാം. അറേന്റെ സൈസ് എത്ര കൊടുക്കാം? 100 കൊടുക്കാം. അപ്പൊ നമുക്ക് എപ്പോഴും 100 വാല്യൂസ് സ്റ്റോർ ചെയ്യണോ? എപ്പോഴും 100 വാല്യൂസ് സ്റ്റോർ ചെയ്യണോ? വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് n കൊടുക്കാം. n മനസ്സിലായ? നമുക്ക് 100 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ബട്ട് എപ്പോഴും നമുക്ക് 100 വാല്യൂസ് സ്റ്റോർ ചെയ്യണോ? വേണ്ട. യൂസർ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഈ സമയത്തിൽ നിനക്ക് എത്ര നമ്പർ ആണ് ആഡ് ചെയ്യേണ്ടത്, ഈ സമയത്തിൽ നിനക്ക് എത്ര നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസറിന്റെ അടുത്ത് ചോദിക്കും. ഓക്കെ, അപ്പൊ അതിന് ആ ലിമിറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, n എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്, ഒരു ഐന്റെ ആവശ്യം ഉണ്ടാവും അല്ലെ. n വരുമ്പോ എന്താണ്, സം ഓഫ് n നമ്പർ. സോ നമ്മൾ റിപ്പീറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഐന്റെ ആവശ്യമുണ്ട്. ഓക്കെ, എഗെയിൻ എന്താണ്, സം ഇസ് ഈക്വൽ ടു. ഓക്കെ, ഇതുകൂടി ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതെന്തിനാണെന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് എന്ത് വേണം, ഒരു പോയിന്റർ വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യണം. പോയിന്റർ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അറേ എന്ന് പറയുന്നത് ഇതിലാണുള്ളത്, ഇന്റീജറിലാണുള്ളത്, റൈറ്റ്? സോ അപ്പോൾ പോയിന്റർ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, പറ. റിട്ടേൺ ടൈപ്പ്, ദെൻ എന്താണ്, ഒരു സ്റ്റാർ കൊടുക്കണം. സ്റ്റാർ കൊടുത്ത ശേഷം എന്ത് ചെയ്ത് കൊടുക്കണം, ഒരു വേരിയബിൾ നെയിം കൊടുക്കണം. ഞാൻ p കൊടുക്കും. ക്ലിയർ ആണോ ഇതുവരെ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിന്റ് ഓഫ്. ഫസ്റ്റ് പ്രിന്റ് ഓഫ് എന്ത് ചെയ്യണം, നമ്മള് എൻ്റർ ദ ലിമിറ്റ് ചോദിക്കണം അല്ലെ. എൻ്റർ ദ ലിമിറ്റ്, എത്ര നമ്പേഴ്സ് ആണ് നമുക്ക് സമ്മ് ചെയ്യേണ്ടത്. അപ്പൊ അത്ര നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്തെടുക്കണം. അപ്പൊ സ്കാനഫിൽ നമ്മൾ എന്ത് ചെയ്യാം, പെർസെന്റേജ് d ഇതിൽ സ്റ്റോർ ചെയ്യണം, n-ൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ n-ലാണ് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂസ് ഒക്കെ എൻ്റർ ചെയ്യാൻ തുടങ്ങണം അല്ലെ. അപ്പൊ ഫോർ i ഈസ് ഈക്വൽ ടു, അറേ എപ്പോഴും ഏതിൽ സ്റ്റാർട്ട് ആവും, 0-ൽ സ്റ്റാർട്ട് ആവും, റൈറ്റ്? സോ i ലെസ് ദാൻ, ഇവിടെ എന്ത് കൊടുക്കണം, ഏതുവരെയാണ് ലിമിറ്റ്, നമുക്ക് n വരെയാണ് ലിമിറ്റ്. സോ i പ്ലസ് പ്ലസ്. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം, സ്കാനഫ് എന്താ, പെർസെന്റേജ് d എന്ത് കൊടുക്കണം, ഇതിൽ സ്റ്റോർ ചെയ്യണം, ആംപർസെന്റ് ഇതിൽ സ്റ്റോർ ചെയ്യണം, ആംപർസെന്റ്. പറ, അറേന്റെ പേരെന്താ,
എ ഓഫ് സീറോയിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം, എ ഓഫ് വണ്ണിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ആംപർസെന്റ് എ ഓഫ്. മനസ്സിലായ? ഇതുവരെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ ഈ ക്ലാസ്സിൽ? ഇപ്പൊ ആംപർസെന്റ് എന്നെ വേണ്ട. ആംപർസെന്റ് വേണം. അത് ഞാൻ പറഞ്ഞില്ല, ആംപർസെന്റ് വേണം. അതെന്തായാലും പറയാത്ത? ഓക്കെ, ഓക്കെ ആണോ ഇതുവരെ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ് യൂസിങ് പോയിന്റർ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേരിയബിൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്രസ് നമ്മൾ എങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കും? പി ഈസ് ഈക്വൽ ടു ആംപർസെന്റ് എ എന്ന് പറഞ്ഞിട്ടാണ് അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലെ. അങ്ങനെയല്ലേ അസൈൻ ചെയ്ത് കൊടുത്തത്? പോയിന്റേഴ്സ് അഡിഷൻ ചെയ്തപ്പോ അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അങ്ങനെ ചെയ്യേണ്ട, ആംപർസെന്റ് എ വേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി? പി ഈസ് ഈക്വൽ ടു എ എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ ആണോ? നമുക്ക് എന്ത് ചെയ്യണം? എന്റെ അഡ്രസ് എതിന് വേണം? പോയിന്ററിന് വേണം. അപ്പൊ പോയിന്ററിന്റെ വേരിയബിൾ എന്താണ്? പി ആണ് അല്ലെ. അപ്പൊ പി ഈസ് ഈക്വൽ ടു എ എന്ന് കൊടുക്കണം. ക്ലിയർ ആണോ? ഈ ഒറ്റ ലൈന് എക്സ്ട്രാ പറഞ്ഞല്ലോ. ഇത് ക്ലിയർ ആണോ? ഇല്ല, എനിക്ക് ആംപർസെന്റ് തന്നെ കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കാം. ആംപർസെന്റ് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് കൊടുക്കണം. സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറയുന്നത് എ എപ്പോഴും അറേ വാല്യൂ ഏതിൽ സ്റ്റാർട്ട് ആവും? സീറോയിലാണ് സ്റ്റാർട്ട് ആവുക. സോ എ ഓഫ് സീറോ കൊടുക്കണം. സോ നമ്മൾ അത്രയ്ക്കാണ് നിങ്ങൾ പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പി ഈസ് ഈക്വൽ ടു എ എന്ന് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇതിൽ എന്താവും? എന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് പിന് കിട്ടും. ഈ ലൈന് മനസ്സിലായാ? നമ്മൾ അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? അതിന്റെ അഡ്രസ് നമുക്ക് വേണമെങ്കിൽ ആംപർസെന്റ് എ കൊടുക്കണം. ബട്ട് അറേന്റെ കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട? ആംപർസെന്റ് യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ അറേന്റെ പേര് എന്താണ്? എ എന്ന് പറയുന്നതാണ് അറേന്റെ പേര് അല്ലെ. പോയിന്ററിന്റെ പേര് എന്താണ്? പി ആണ് അല്ലെ. അപ്പൊ പി ഈസ് ഈക്വൽ ടു എ എന്ന് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ പിയിൽ എന്തുണ്ടാവും? അഡ്രസ് ആണ് ഉണ്ടാവുക. സ്റ്റാർ പി എന്ന് യൂസ് ചെയ്താൽ എന്ത് കിട്ടും? പറ. അഡ്രസ്സിലുള്ള വാല്യൂ കിട്ടും. ഗുഡ്. ആ അഡ്രസ്സിലുള്ള വാല്യൂ കിട്ടും. എഗെയിൻ നമ്മൾ ഇനി സം ഓപ്പറേഷൻ, സം ഇതുവരെ ചെയ്തിട്ടുണ്ടോ? സം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഫാർ എഗെയിൻ എങ്ങനെ ചെയ്യണം? ഫാർ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, then i പ്ലസ് പ്ലസ് പോയിന്റർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സം പെർഫോം ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു സം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ വേണം അല്ലെ. അപ്പൊ സമ്മിന്റെ വാല്യൂ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം? സം ഇസ് ഈക്വൽ ടു 0 സെറ്റ് ചെയ്ത് കൊടുക്കണം. അഗൈൻ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഇവിടെ എന്ത് കൊടുക്കണം? സം പ്ലസ് ഐ കൊടുക്കണ്ട, സ്റ്റാർ പി കൊടുത്താൽ മതി. മനസ്സിലായ? സ്റ്റാർ പി. പിയിൽ എന്താണ്? വെറും പി എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുക? വെറും പോയിന്റർ വേരിയബിൾ എന്താണ് കിട്ടുക? അതിന്റെ അഡ്രസ് ആണ് കിട്ടുക. നമുക്ക് ആ അഡ്രസ്സിലുള്ള, സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലുള്ള കണ്ടന്റ് കിട്ടണം. ഓക്കെ. സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലുള്ള കണ്ടന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സ്റ്റാർ പി. ഓക്കെ. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇനി അഡ്രസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുക? അഡ്രസ് പ്ലസ് പ്ലസ് കൊടുക്കണം, പി പ്ലസ് പ്ലസ് കൊടുക്കണം. ഓക്കെ. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്രിന്റ് എഫ്. ആൻസർ ഇതിലാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക. ആൻസർ ഇതിലാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക. ആൻസർ ഇതിലാണ് ഉണ്ടാവുക. സമ്മിലാണ്. അപ്പൊ സം എന്ന് പറയുന്നത് പെർസെന്റേജ് ഡി കമ സമ്മടാ. എല്ലാരും ഒന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. അല്ലാതെ ഇവിടെ കാണുമ്പോൾ ചിലപ്പോ ഓക്കെ എന്ന് തോന്നും, പക്ഷെ എക്സാമിന് മറന്നു പോകും കേട്ടാ. എറർ ഇല്ല. എൻ്റർ ദ ലിമിറ്റ് ഞാൻ 5 കൊടുത്ത് 5 നമ്പർ ടൈപ്പ് ചെയ്യാണ്. 5, 10, 20, 30, 50. കറക്റ്റ് ആണോ? കൗണ്ട് കറക്റ്റ് ആണോ? 80 കറക്റ്റ് അല്ലേ? ഇതിന്റെ സം വന്നിട്ടുണ്ടല്ലേ? മനസ്സിലായ? അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും ഇതെങ്ങനെയാണ് വർക്ക് ആവണമെന്നുള്ളത്. ഞാനിനി ഒരു പ്രോബ്ലം തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയോ? ഞാൻ ഒരു പ്രോബ്ലം കൂടി തന്നാല് നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ. അപ്പോ
ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രോബ്ലം അല്ലേ, നമ്മളുടെ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ്, എന്ത് അറിയാനുള്ളത്? ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ആവും. അപ്പൊ സ്റ്റാർട്ട് ആവുമ്പോൾ എന്താണ്, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ ക്രിയേറ്റ് ആവും അല്ലേ. അപ്പൊ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ ആണ് ക്രിയേറ്റ് ആവുക. എഗെയിൻ എന്ത് ചെയ്യും, അപ്പൊ ഇതിന്റെ മെമ്മറി അറേൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു മെമ്മറി ബ്ലോക്ക് ജനറേറ്റ് ആവും അല്ലേ, ഇങ്ങനെ ഒരു മെമ്മറി ബ്ലോക്ക്. ഓക്കെ, അപ് ടു ഏതുവരെ ഉണ്ടാവും? അപ് ടു ഏതുവരെ ഉണ്ടാവും? ഇതുവരെയാണ് ഉണ്ടാവുക? പറ, 100 വരെ ഉണ്ടാവോ? അറേന്റെ സ്റ്റാർട്ടിങ് ഇതിലാണ് ഉണ്ടാവുക. 100 വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അറേന്റെ സ്റ്റാർട്ടിങ് എന്താണ് ഉണ്ടാവുക? 0ലാണ്. അപ്പൊ എത്രയാണ് പോയിട്ടുണ്ടാവുക? 0ൽ സ്റ്റാർട്ട് ചെയ്താലും ഇവിടെ 100 വരുമോ? ഇല്ല, 99 വരെ വരും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ കുറെ വേരിയബിൾസ് സെറ്റ് ആക്കി. സോ n is equal to, നമ്മൾ n is equal to നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? അപ്പൊ ഇതിന് അഡ്രസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ എന്താണ്, എന്റെ അഡ്രസ് എന്ന് പറയുന്നത് 1000 സ്റ്റാർട്ട് ചെയ്ത് 10, ഓക്കെ ചെറിയ നമ്പർ, ഓക്കെ 100,000 കൊടുക്കാം. ഓക്കെ, എന്റെ ഇത് അഡ്രസ് ആണ്, മുകളിലുള്ളത് അഡ്രസ് ആണ്, താഴെ ഉള്ളത് ഇൻഡെക്സ് ആണ് കേട്ടോ. ഇത് അഡ്രസ് ആണ്, മനസ്സിലായ? മുകളിലുള്ളത് എന്താണ്, അഡ്രസ് ആണ്, ഫസ്റ്റുള്ള അഡ്രസ് ആണ്. സെക്കൻഡ് അഡ്രസ് എങ്ങനെ വരും? 1001 വരും. വെറുതെ പറയണതാണ്, അങ്ങനെ വരൂല കേട്ടോ. ഇൻറ്റീജറിന് പറയുമ്പോൾ 1002 അങ്ങനെയുള്ള രീതിയിലാണ് വരിക. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 1001. അഗൈൻ എന്താണ് 1003. ഇതാ മനസ്സിലായ? എഴുതാൻ പറ്റുന്നില്ല. അടുത്ത അഡ്രസ് 1002, ചെറിയ 0 ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, 1002. അടുത്തതിൻ്റെ അഡ്രസ് എന്താണ്? 1003. ഓക്കെ, സോ ഇങ്ങനെ പോവും. ഓക്കെ, എക്സെട്ര എക്സെട്ര. അപ്പൊ നമ്മൾ n is equal to, ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? 3 കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര മെമ്മറി ബ്ലോക്ക് എടുക്കും? 0 വന്നിട്ടുണ്ടാവും, 1 മെമ്മറി ബ്ലോക്ക് എടുക്കും, എഗെയിൻ എന്താണ് 2 മെമ്മറി ബ്ലോക്ക് എടുക്കും. ലാസ്റ്റ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യൂല, എടുക്കൂല. ഇതുവരെ മനസ്സിലായോ? n is equal to 3 ആണ്. സോ അപ്പൊ അറേ എന്ത് ചെയ്യും, ഫസ്റ്റ് 3 ബ്ലോക്ക് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയല്ലേ യൂസ് ചെയ്യാം? ഓക്കെ, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് n കൊടുത്ത് എഗെയിൻ എന്റെ വാല്യൂ a(0) വരുമ്പോൾ ഞാൻ എന്ത് കൊടുത്ത്? 10 കൊടുത്ത്. എഗെയിൻ a(1) വരുമ്പോൾ ഞാൻ 20 കൊടുത്ത്. എഗെയിൻ a(3) വരുമ്പോൾ എന്ത് കൊടുത്ത്? 30 കൊടുത്ത്. ഇങ്ങനെയാണെങ്കിൽ എന്താ സാറേ അത് അങ്ങനെ ഒന്നും ചോദിക്കും. ഞാൻ എല്ലാത്തിനും 10 കൊടുത്തെന്ന് വിചാരിച്ചോ. 10 10 10 10. ഓക്കെ, നമ്മൾ 3 വാല്യൂസ് കൊടുത്ത്. ഇത് മനസ്സിലായോ എന്തുകൊണ്ടാണ് 10 10 എന്നുള്ളത്? a(0) വരും. അപ്പൊ a(0) വരുമ്പോൾ ഞാൻ എന്താണ്, a(0) വരുമ്പോൾ നമ്മൾ ഒരു വാല്യൂ കൊടുത്ത് 10 സ്റ്റോർ ആയി. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തല്ലേ, ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ n-ന്റെ വാല്യൂ 5 കൊടുത്ത്. എഗെയിൻ ഞാൻ ഫസ്റ്റ് കൊടുത്ത 5 വാല്യൂ ഇവിടെ പേ സ്റ്റോർ ആവും, 10 വാല്യൂ ഇതിൽ പേ സ്റ്റോർ ആവും, എഗെയിൻ എന്താണ് 20 വാല്യൂ അവിടെ പേ സ്റ്റോർ ആവും. ഇത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ്. ഈ ബ്ലോക്ക് കൂടി ക്ലിയർ അല്ലേ? ഇതിനകത്തുള്ളത് എന്താണ്, അതിന്റെ ആക്ച്വൽ വാല്യൂസ് ആണ്, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ അല്ലേ? നവീദിന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, ബാക്കി ആൾക്കാർക്ക് മനസ്സിലാവണില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് വരുമ്പോൾ എന്താണ് അറിയോ, p is equal to a. p എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പോയിന്റർ വേരിയബിൾ. ഓക്കെ, അപ്പൊ p is equal to a എന്ന് പറയുമ്പോൾ എന്ത് സ്റ്റോർ ആവും അറിയോ? ഇനിഷ്യൽ അഡ്രസ് ആണ് സ്റ്റോർ ആവുക. എന്ത് സ്റ്റോർ ആവും? എന്റെ ഇനിഷ്യൽ അഡ്രസ് ആണ് സ്റ്റോർ ആവുക. എന്റെ ഇനിഷ്യൽ അഡ്രസ് എന്താണ്? എന്റെ ഇനിഷ്യൽ അഡ്രസ് എന്താണ്? 1000 ആണ്. ഇനിഷ്യൽ അഡ്രസ് ആണ് സ്റ്റോർ ആവുക. അപ്പൊ പിന്റെ വാല്യൂ എത്രയാണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി? പിന്റെ വാല്യൂ എത്രയാണ്? 1000 ആണ്. മനസ്സിലായ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒറ്റ ലൈനാണ് ശ്രദ്ധിക്കുക. പിന്നെ എഗെയിൻ എന്താണ്, സം ഇസ് ഈക്വൽ ടു ആസ് യൂഷ്വൽ, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് സമ്മിന്റെ ഇനിഷ്യൽ വാല്യൂ എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സമ്മിന്റെ വാല്യൂ? ഇനിഷ്യൽ വാല്യൂ എന്താണ്? സം ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ സമ്മിന്റെ വാല്യൂ 0 ആണ്. 0 പ്ലസ് സ്റ്റാർ പി. സ്റ്റാർ പി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റാർ പിന്റെ 100ലുള്ള കണ്ടന്റ് എന്താണ്?
വാല്യൂ എന്താണ്? സോറി, 1000ലുള്ള വാല്യൂ എന്താണ്? സ്റ്റാർ പി അല്ലേ യൂസ് ചെയ്തത്, അപ്പൊ 10 ആണ്. അപ്പൊ സമ്മിന്റെ വാല്യൂ എത്രയായിട്ട് അപ്ഡേറ്റ് ആയി? 10. സമ്മിന്റെ വാല്യൂ 10 ആയി. ഓക്കെ, എഗൈൻ എന്താവും? പി പ്ലസ് പ്ലസ് ആവും. പി പ്ലസ് പ്ലസ് ആവുമ്പോൾ എന്ത് ചെയ്യും? അഡ്രസ് പ്ലസ് പ്ലസ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് നെക്സ്റ്റ് അഡ്രസ്സിലേക്ക് പോകും. മനസ്സിലായ? നെക്സ്റ്റ് അഡ്രസ്സിലേക്ക് പോകും. നെക്സ്റ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ പിന്റെ നെക്സ്റ്റ് വാല്യൂ എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പോയിന്റർ വാല്യൂ? ഇപ്പോ 1001. അപ്പൊ എഗൈൻ എന്താണ്? ഇത് 5 വരെ എക്സിക്യൂട്ട് ചെയ്യാനല്ലേ? അപ്പൊ 5 വരെ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് റൗണ്ട് വരും അല്ലെ? നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ സമ്മിന്റെ വാല്യൂ എത്രയാണ്? 1001ൽ എന്താണുള്ളത്? 10 ആണുള്ളത്. അപ്പൊ എഗൈൻ എന്താണ്? സമ്മിന്റെ വാല്യൂ 20 ആവും. അങ്ങനെ അപ് ടു n വരെ റിപ്പീറ്റ് ആവും. മനസ്സിലായ? മനസ്സിലായ? അല്ല ഒന്നുകൂടി പറയണോ? നവീദിന് മനസ്സിലായി, ബാക്കി ആൾക്കാർക്ക് എങ്ങനെയാ? ഒന്നുകൂടി പറയണോ? അപ്പൊ ഞാൻ ഒരു പ്രോബ്ലം തന്നോട്ടെ, ചെയ്യോ? തന്നോട്ടെ. സെയിം പ്രോബ്ലം ആണ്. ഞാൻ ഇതുകൊണ്ട് ഫസ്റ്റ് എഴുതുക എല്ലാവരും. ഇനി എഴുതാൻ ട്രൈ ചെയ്യണതേ നോക്കാതെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ ഇനി തരുന്ന പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് പിന്നെ നോക്കണ്ടല്ലോ, എക്സാം ടൈമിൽ നോക്കിയാൽ പോരെ. ഇത് എഴുതിയാ ഫസ്റ്റ്? ഇത് എഴുതിക്കോ. ഇതിലൊരു ബോക്സ് അടിച്ചു വെച്ചോട്ടെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റേഴ്സ് യൂസിങ് അറേ. ഓക്കെ, ഞാൻ ആ ടൈമിൽ നിങ്ങളെ കൺഫ്യൂസ് ആക്കണ്ടെന്നുള്ള രീതിയിലാണ് ഇത് ഞാൻ പറഞ്ഞു തരാത്തത്. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ കംപ്ലീറ്റ് പോസ്റ്റ്. ഒരു പ്രോബ്ലം തരട്ടെ, പ്രോബ്ലം തന്നോട്ടെ. സം ആൻഡ് സെയിം പ്രോബ്ലം ആണ്, ബുദ്ധിമുട്ടിക്കുന്നില്ല. സം ആൻഡ് ഓവറേജ് ഓഫ് എ നമ്പർ ടു ഫൈൻഡ് സം സം ആൻഡ് ഓവറേജ് ഓഫ് എൻ നമ്പേഴ്സ്. ട്രൈ ചെയ്യ്, എല്ലാ ആൾക്കാരും ട്രൈ ചെയ്യണം കേട്ടാ. ഞാനിത് മാറ്റാൻ പോവാണേ. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ കംപ്ലീറ്റ് ആണ് പറയാം. ഇപ്പൊ 11-1 ഓക്കെ, വേണമെങ്കിൽ ആലോചിച്ച് 11-5 കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ഞാൻ അതുവരെ വെയിറ്റ്. 1 by 1 ആയിട്ട് ഞാൻ ചോദിക്കും. എല്ലാ ആൾക്കാരും എഴുതിയിട്ടുള്ള നോട്ട് കാണിക്കണം, എന്താണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഫാസ്റ്റ്. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ പോസ്റ്റ് ചെയ്തു കേട്ടോ. ഞാനപ്പോ അവർ 1 by 1 ആയിട്ട് വിളിക്കാൻ തുടങ്ങും. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റഡ്. ഞാൻ എഴുതണോ? ഞാൻ എഴുതണോ? ഏതെങ്കിലും ഒരാൾ എസ് പറഞ്ഞാലും ഞാൻ എഴുതാം. എഴുതണോ?
ഞാൻ ഓഡിയബിൾ ആണോ? ഞാൻ എഴുതണോ? ഏതെങ്കിലും ഒരാൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ലിസൺ. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ ഇതൊക്കെ എഴുതും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റുള്ളതൊക്കെ നിങ്ങൾ പറയണേ, ഞാൻ ആവശ്യമുള്ളത് സമയം മാത്രം ഇത് പറയാം. ഓക്കെ, ഇവിടെ ഇനി എന്ത് ചെയ്യണം പറ. ഫാസ്റ്റാ ടൈപ്പ് ചെയ്യും, നോട്ട് വെച്ചോ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ, ചാറ്റ് എടുത്ത്. ഇതിൽ എന്ത് ചെയ്യണം? ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യണം? ഒരു അറേ ഡിക്ലെയർ ചെയ്യണം അല്ലേ? ഇൻറ്റീജർ a of 100. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേരിയബിൾസ് വേണം. സോ ലിമിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇൻറ്റീജർ n എടുത്തു, ലൂപ്പിന് വേണ്ടിയിട്ട് i എടുത്തു. ഓക്കെ, സമ്മ് കണ്ടുപിടിക്കണം. അപ്പൊ സമ്മ് ഈക്വൽ ടു 0 വെച്ചു. അഗൈൻ ആവറേജ് കണ്ടുപിടിക്കണം, സോ ആവറേജ് വെച്ചു. ഓക്കെ ആണോ? ഇനി വേറെ എന്തെങ്കിലും വേണ്ടി വരുമോ? ഓക്കെ, പോയിന്റർ വേരിയബിൾ വേണ്ടേ? പോയിന്റർ വേരിയബിൾ വേണം അല്ലേ? അപ്പോൾ സ്റ്റാർ p കൊടുത്തു. ആണോ? നമുക്ക് ഇവിടെ സമ്മ് കണ്ടുപിടിക്കണം, സോ സമ്മ് ഈക്വൽ ടു 0 സെറ്റ് ആക്കി. ദെൻ ആവറേജ് കണ്ടുപിടിക്കണം, സോ അതിന് വേണ്ടിയിട്ട് ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ എടുത്തു. അഗൈൻ എന്താണ്? ലിമിറ്റ് വേണം അല്ലെ? എപ്പോൾ നമുക്ക് 100 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സോ ലിമിറ്റ് വേണം, അതിന് n എടുത്ത്. അഗൈൻ എന്താണ്? ലൂപ്പ് പറഞ്ഞുകൊണ്ട്, സോ അതിന് i ന് ഡിക്ലെയർ ചെയ്ത്. അഗൈൻ ഒരു പോയിന്റർ യൂസിങ് പോയിന്റേഴ്സ് അല്ലേ, അപ്പോൾ പോയിന്റർ വേരിയബിൾ വേണം. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ സാർ. എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കേ. സാർ ടയർഡായാ? ഇല്ല. ഓക്കെ, ഇല്ലെങ്കിൽ ഇത് എനിക്ക് ബോറാവണുണ്ട് സാധനം. നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആയിട്ട് ഇരുന്നു, അപ്പോഴെല്ലാം എനിക്കൊരു ഇതായിരിക്കുക കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ ചെയ്യുക? പ്രിന്റ് എഫ് എഴുതുക. പ്രിന്റ് എഫിൽ എന്ത് ചെയ്യുക? ഓക്കെ, നവീത് ടൈപ്പ് ചെയ്തു. നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യണത് നല്ലതാട്ടാ, എന്നെ നോക്കിയിരിക്കാതെ. എൻ്റർ ദ ലിമിറ്റ് കൊടുത്ത്. ഓക്കെ, എൻ്റർ ദ ലിമിറ്റ് അറിയുന്ന ആൾക്കാർ ചെയ്താൽ മതി, അല്ലാത്ത ആൾക്കാർ ചെയ്യാൻ നിൽക്കണ്ട. അല്ലാത്ത ആൾക്കാർ നോക്ക്. അഗൈൻ സ്കാനഫ് പറ. അല്ലാത്ത ആൾക്കാർ ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ ആൻസർ പറഞ്ഞാൽ മതി. സ്കാനഫിൽ എന്താ ചെയ്യേണ്ടത് പറ. സ്കാനഫില് ഇത് ചെയ്യണം, %b, %n. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അപ്പൊ ഫോറിന്റെ ഇത് എന്താണ്? i ഈക്വൽ ടു 0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. i ലെസ് ദാൻ n. അഗൈൻ എന്താണ്? i പ്ലസ് പ്ലസ്. ഓക്കെ, അഗൈൻ എന്ത് ചെയ്യാം? ഓപ്പൺ ക്ലോസ്. ഓക്കെ, ഓപ്പൺ ക്ലോസ് ചെയ്യാം. ഇതിനകത്തുള്ളത് എഴുത്, എല്ലാ ആൾക്കാരെയും എഴുത്. നവീത് മാത്രമല്ല, എല്ലാ ആൾക്കാരെയും എഴുത്. ഇതിനകത്ത് എന്താ എഴുതേണ്ടത്? എല്ലാ ആൾക്കാരെയും എഴുത്, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരെയും എഴുത്. അർജുന് എഴുതിയതിലുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ എവിടെ? രാകേഷ്, ബാക്കി ആൾക്കാരൊക്കെ എവിടെയാണ്? അറിയില്ല. ഓക്കെ, സ്കാനഫ് എഴുതുന്നുണ്ട്. സ്കാനഫ് നമ്മൾ എന്താ എഴുതുക? %b, എന്ത് ചെയ്യണം? %a of i. ഓക്കെ, a of i എഴുതണം. ഇതുവരെ ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ലൈൻ ആണ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ലൈൻ ഇനി എന്ത് ചെയ്യണം പറ. നെക്സ്റ്റ് ലൈൻ എന്ത് ചെയ്യണം? അഡ്രസ് അസൈൻ ചെയ്യണം അല്ലേ? വാട്ട് ഈസ് ദ പോയിന്റർ വേരിയബിൾ? p is equal to അറേന്റെ പേര് എന്താണ്? ഇനി എന്ത് ചെയ്യണം? എഗെയിൻ ഒരു ഫോർ ലൂപ്പ് എഴുതണം അല്ലേ? ഈ ഫോർ ലൂപ്പെങ്കിലും നിങ്ങൾ എഴുതി നോക്കട്ടെ. ഫസ്റ്റ് സമ്മ് കണ്ടുപിടിക്കാം, പിന്നെ ആവറേജ് കണ്ടുപിടിക്കാം.
ഇത് ഈ ലൂപ്പിങ്ങിലുള്ളത് എന്താണ്? സെയിം ഫോർ ലൂപ്പാണ്. ഫോർ ഐ ഇസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, then i പ്ലസ് പ്ലസ്. ഓക്കെ, എല്ലാം സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഞാൻ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. ഓക്കെ, ഇതിനകത്തുള്ളത് പറ, ഇതിനകത്തുള്ള കാൽക്കുലേഷൻ പറ എല്ലാ ആൾക്കാരും. എല്ലാ ആൾക്കാരും ഫാസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യ്. തെറ്റായാലും കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയണില്ലല്ലോ, ചാറ്റ് ബോക്സിലല്ലേ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെഴുതുക? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് സ്റ്റാർ പി യൂസ് ചെയ്താലാണ് നമുക്ക് അതിന്റെ കണ്ടന്റ് കിട്ടുക അല്ലേ? അപ്പൊ നമുക്ക് സമ്മ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അഗൈൻ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സിലുള്ളതിലേക്ക് പോകണം അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? പി പ്ലസ് പ്ലസ് യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണം അല്ലേ? ആവറേജ് എന്തെങ്ങനെയാ കണ്ടുപിടിക്കുക? ആവറേജ് ഇസ് ഈക്വൽ ടു, ആവറേജ് എങ്ങനെയാ കണ്ടുപിടിക്കുക പറ? സം ഡിവൈഡഡ് ബൈ അല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മാർക്കിന്റെ ആവറേജ് ഒക്കെ എങ്ങനെയാണ് കാണുക? നിങ്ങളുടെ മാർക്ക് എഗെയിൻ എന്താണ്? ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് ടോട്ടൽ എത്ര സബ്ജക്റ്റ് ആണുള്ളത് അതിന്റെ ഇതല്ല. അപ്പൊ സം ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? പ്രിന്റ് ചെയ്താൽ മതി അല്ലേ? പ്രിന്റ് എഫ് പറ, സോറി, സം ഈസ് പെർസെന്റേജ് ഡി. ഇതിലാണ് സ്റ്റോർ ആയിട്ടുള്ളത് സമ്മ്. ഇതിലാണ് സ്റ്റോർ ആയിട്ടുള്ളത്, സമ്മിലാണ് സ്റ്റോർ ആയിട്ടുള്ളത്. ഓക്കെ, then printf average is, ഇതിലാണ് സ്റ്റോർ ആയിട്ടുള്ള ആവറേജ് avg അല്ലേ? avg വേരിയബിൾ അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, എറർ ഉണ്ടോ നോക്കാം. എറർ ഇല്ല. എൻ്റെ അടുത്ത് ലിമിറ്റ് ഞാനൊരു 5 കൊടുത്ത്. ഓക്കെ, അഗൈൻ 15 3 3 നമ്പേഴ്സ് ഈക്വൽ നമ്പർ കൊടുത്ത് നോക്കാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുണ്ടോ. ദ സം ഈസ് 75, ദ ആവറേജ് 15. കറക്റ്റ് അല്ലേ? ഇനി വേറെ ഡിഫറൻറ്റ് നോക്കാം. ഫസ്റ്റ് ഞാൻ സെയിം വാല്യൂ കൊടുത്തത് ആവറേജ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനാണ് കേട്ടോ. ദെൻ 3 കൊടുത്ത് അഗൈൻ 20 10 20 30. ഓക്കെ, ആവറേജ് റൗണ്ട് ചെയ്താണ് പറഞ്ഞത്. നമുക്ക് പ്രോപ്പർ ആവറേജ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ഈ ആവറേജ് ഏതിൽ ചെയ്താൽ മതി? ഫ്ലോട്ടിൽ ഡിക്ലെയർ ചെയ്താൽ മതി. ഓക്കെ, ഫ്ലോട്ടിൽ ഡിക്ലെയർ ചെയ്താലാണ് ഫ്രാക്ഷനിൽ വരിക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണത്? ഇന്റീജറിൽ വെച്ചുകൊണ്ടാണ് അത് എന്ത് ചെയ്യണത്? ഹോൾ വാല്യൂസ് പറഞ്ഞത്. ഓക്കെ, ഹോൾ നമ്പർ പറഞ്ഞത്. ഓക്കെ ആണോ? ഇത് ആരെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ ഇത്? സാർ, ആവറേജിന് സെപ്പറേറ്റ് ഫോർ ലൂപ്പ് കൊടുക്കാൻ പറ്റുമോ? സെപ്പറേറ്റ് ഫോർ ലൂപ്പിൽ ആവറേജ് സം ബൈ n കൊടുക്കാൻ അത് നമുക്ക് വേണ്ടാടാ. അത് ബുദ്ധിമുട്ടല്ല, അത് അങ്ങനെ ചെയ്യണതിൽ തെറ്റില്ല. പക്ഷെ അത് നമ്മൾ എന്താണ്, ആൾറെഡി ഒരാളുടെ കയ്യിൽ സമ്മുണ്ട്. അപ്പൊ ആ സമ്മിനെ വാങ്ങിക്കണതല്ലേ നല്ലത്. അതല്ല നമ്മൾ എഗെയിൻ സമ്മ് ചെയ്ത് ആവറേജ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സമയമല്ലേ എടുക്കുക. നമ്മൾ വേഗം തീർക്കാൻ നോക്കണം എപ്പോഴും. സമ്മ് ആഡ് ചെയ്ത് ഒരാൾ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെ നമ്മൾ വാങ്ങിച്ചാൽ പോരെ? അതിനെ വാങ്ങിച്ചിട്ട് നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചാൽ പോരെ? പിന്നെ എന്തിനാ നമ്മൾ സമ്മ് ചെയ്യാൻ നിൽക്കുന്നത്? വേണ്ടല്ലോ. ഓക്കെ, ആരെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ? എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും? ഓൾമോസ്റ്റ് ആയി. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം കൂടി വേണോ ഇല്ല മതിയോ? ഇത് റിലേറ്റഡ് ഒരു പ്രോബ്ലം കൂടി വേണോ ഇല്ല മതിയോ? വേറെ ചെയ്തൂടെ? ഒന്നുകൂടി വേണോ? അല്ല, വേറെ ചെയ്തൂടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അടുത്തയിലേക്ക് പോവാൻ, വേറെ കോൺസെപ്റ്റിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അപ്പോ ഇത് എഴുതാനല്ലേ പോയിന്റ് യൂസിങ് ഇൻ അറേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അതുകൊണ്ട് ഇമ്പോർട്ടന്റ് അടിച്ച് എല്ലാം ബോക്സ് അടിച്ച് വെച്ചോട്ടാ, പഠിച്ചിട്ട് പോണം എക്സാമിന്. ഓക്കെ, എല്ലാ എക്സാമിനും. ഈ സമ്മ് ആവറേജ് എന്ന് പറയുന്നതിന്റെ വാഡിങ്സ് ഒക്കെ മാറി മാറി വരും. അപ്പൊ ക്വസ്റ്റ്യൻസ് നല്ല റീഡ് ചെയ്യാം. റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അതിനനുസരിച്ച് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ് മോഡ്യൂളിലെ റിവിഷനിലുള്ള നമ്മൾ ചെയ്യാത്ത പ്രോബ്ലംസ് തന്നെ ഫസ്റ്റ് നോക്കാം കേട്ടോ. ഈ കോൺസെപ്റ്റ് അപ്പോൾ ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ അതിന് മുൻപ് ഒരു ചെറിയ പ്രോബ്ലം ചെയ്യാം, പിന്നെ ഒരു ബ്രേക്ക് എടുത്ത ശേഷം അടുത്ത കോൺസെപ്റ്റ് പഠിക്കാം. ഓക്കെ, അതല്ലേ നല്ലത്? അതല്ലേ നല്ലത്?
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നലെ എന്താ ലാസ്റ്റ് ചെയ്തത്? ട്രയാങ്കിൾ അല്ലേ? ഒരു 3 മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 1, 2, 3 അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഓക്കെ, ഈ പ്രോബ്ലം അതിന് സമയമെടുക്കും തോന്നുന്നു. എനിക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ വരണം. ഓക്കെ, റൈറ്റ് എ സി പ്രോഗ്രാം to print ഇങ്ങനെയുള്ളത് 1 0 1 0 1 0 1 0 1 0 up to n. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഒരു 5 കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ 5 കൊടുത്താൽ എത്ര വരണം? എത്ര പ്രാവശ്യം വരണം? 1 0 1 0 1 വരണം. ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല? ആൾട്ടർനേറ്റീവ് ആയിട്ട് വരണം. 1 0 1 0 1 0 1 0. ഓക്കെ, ആരെങ്കിലും ഐഡിയ ഉണ്ടോ? ലോജിക് ഉണ്ടോ? സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ 6 എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വരണം? 1 0 1 0 1 0. ആൾട്ടർനേറ്റീവ് ആയിട്ട് വരണം. ചെയ്യാനറിയോ? ആലോചിച്ച് നോക്ക്. ചെയ്യാനറിയോ? ട്രൈ ചെയ്യാനുള്ളത് എത്ര ആൾക്കാരാണ്? ഞാൻ അവിടെ ട്രൈ ചെയ്ത് നോക്കാനുള്ളത് എത്ര ആൾക്കാരാണ്? നവീദിന് ട്രൈ ചെയ്ത് നോക്കാണ് ഒരു കോൺഫിഡൻസ്. പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ അങ്ങനെ പേടിച്ചു പോകരുത്, അത് ആലോചിക്കണം. ഓക്കെ, 1 0 1 0 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആവണം. ഓക്കെ, അതാണ് നമ്മളുടെ ടാസ്ക്. 1 0 1 0 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഒന്നും ആലോചിക്കണ്ട, വെറുതെ ഫസ്റ്റ് എന്ത് ചെയ്താണെന്നറിയോ? മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോ. പ്രോഗ്രാം എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആഷ് ഇൻക്ലൂഡ് studio.h പ്രോബ്ലം തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? void main സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ലോജിക്കും കിട്ടുന്നില്ല. ഓക്കെ, ഇത് എന്ത് ചെയ്യാം? ഇപ്പോൾ 6. ഓക്കെ, അപ്പോൾ 6 എന്ന് പറയുമ്പോൾ എന്ത് ഐഡിയ കിട്ടും? നമ്മളൊരു ലിമിറ്റ് കൊടുക്കണം അല്ലേ? അതല്ലേ ലോജിക്ക്? അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ട് കിട്ടുക നിങ്ങൾക്ക് ഐഡിയ. ഓക്കെ, നമ്മൾ എന്തായാലും ഒരു നമ്പർ കൊടുക്കണം. ആ നമ്പറിന് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 0 ജനറേറ്റ് ആവണം. അപ്പൊ ആ സാധനമൊക്കെ നിൽക്കട്ടെ. അപ്പൊ ഇൻറ്റീജർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻറ്റീജർ കൊടുത്ത് എന്ത് ചെയ്യാം? n ഡിക്ലെയർ ചെയ്യാം. n കൊടുത്തിട്ട് ഓർമ്മയില്ലെങ്കിൽ 1 വന്നില്ലെങ്കിൽ നിങ്ങൾ പ്രിന്റ് എഫ് കൊടുത്ത് എന്ത് ചെയ്തോ? പ്രിന്റ് എഫ് ലിമിറ്റ് കൊടുത്തു. ഇങ്ങനെയാ പ്രോഗ്രാം എഴുതേണ്ടത്. ഓക്കെ, എൻ്റർ ദ ലിമിറ്റ് കൊടുക്കുക, സ്കാൻ എഫ് കൊടുക്കുക, സ്കാൻ എഫ് കൊടുത്ത് %d കൊടുക്കുക, %d കൊടുക്കുക. ഇത് ഇതിൽ സ്റ്റോർ ചെയ്യണം, %n സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ലിമിറ്റ് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം? 1 0 1 0 എന്ന് വരണം അല്ലേ? അപ്പോൾ 1 0 1 0 വരണം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഫസ്റ്റ് എന്ത് എഴുതാം? പ്രിന്റ് എഫ്. ഫസ്റ്റ് നമുക്ക് പ്രിന്റ് ആവേണ്ടത് എന്താണ്? 1 ആണ് അല്ലേ? അത് നിൽക്കട്ടെ, നമ്മൾ പറയണില്ല, എഴുതുന്ന ലോജിക്കാണ്. ഓക്കെ, എൻ്റർ ദ ലിമിറ്റ് കൊടുത്ത് ലിമിറ്റ് കിട്ടി. 5 എന്ന് പറഞ്ഞാൽ 5. അടുത്ത് നമുക്ക് ഫസ്റ്റ് പ്രിന്റ് ആവേണ്ടത് എന്താണ്? 1 ആണ്. സെക്കൻഡ് പ്രിന്റ് ആവേണ്ടത് എന്താണ്? 0 ആണ്. ഓക്കെ, 0 ആണ്. ഓക്കെ, അപ്പൊ അതും സെറ്റാക്കി. ഇനിയാണ് നമുക്ക് ലോജിക്ക് വേണ്ടത്. ഇതുവരെ മനസ്സിലായാ? പ്രോബ്ലം തന്നെ ആയിട്ടില്ല, എഴുതേണ്ട ലോജിക്ക്. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടതും പേടിച്ചു പോരുത്, ഫുള്ളി എഴുതിയാലേ മാത്രമേ. അപ്പൊ റഫായിട്ട് എഴുതി നോക്കണം. ഓക്കെ, നമ്മൾ ലിമിറ്റ് കൊടുത്തപ്പോൾ എൻ്റർ ദ ലിമിറ്റ് n സ്റ്റോർ ആക്കി 1 0 ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് വരണം അല്ലെ? 6 എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരണം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? 6 എന്ന് പറയുമ്പോൾ 6 times 1 0 1 0 വരണ്ടേ? മനസ്സിലായിട്ടില്ല? നിങ്ങൾ 6 കൊടുത്ത്. ഓക്കെ, അപ്പൊ 6 പറയുമ്പോൾ 6 times 1 0 1 0 എന്ന് പറയുമ്പോൾ ഒരേ വാല്യൂ ആണ് റിപ്പീറ്റ് ആവുന്നത് അല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്തറിയും? അവിടെ എന്തോ ഒരു ലൂപ്പ് വരും. ലൂപ്പ് വന്നാലേ ഇത് സംഭവിക്കുള്ളൂ അല്ലേ? ലൂപ്പ് വന്നാലല്ലേ സംഭവിക്കുള്ളൂ. ഓഫായ എല്ലാരും ഓഫായാ? ഓക്കെ, അപ്പൊ എഗൈൻ എന്താണ്? I കൊടുത്ത്. ഓക്കെ,
അപ്പൊ i കൊടുത്താൽ ലൂപ്പ് വന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഒരു ലൂപ്പ് എടുക്കാം. ഫോർ i is equal to നമ്മൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ 1ൽ സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മുടെ പ്രോബ്ലം അനുസരിച്ച് നമ്മൾ 1ൽ സ്റ്റാർട്ട് ചെയ്ത് i ലെസ് ദാൻ എന്ത് ചെയ്യാം, i ലെസ് ദാൻ n കൊടുക്കാം, then i പ്ലസ് പ്ലസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയാലും നമുക്ക് ഒന്നുമില്ല. എഗെയിൻ എന്ത് ചെയ്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കൺട്രോൾ സി, ഇപ്പൊ വരുമോ ഔട്ട്പുട്ട്? ഇപ്പൊ വരുമോ? ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഔട്ട്പുട്ട് കിട്ടുമോ? എക്സിക്യൂഷൻ ആലോചിച്ച് നോക്ക്. i is equal to 1. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു 5 വാല്യൂ വന്ന്. ഓക്കെ, വരുമോ? എക്സിക്യൂഷൻ മൈൻഡിൽ ആലോചിച്ച് നോക്ക്. നമ്മൾ 5 കൊടുത്ത് എന്നിന്റെ വാല്യൂ 5, എന്നിന്റെ വാല്യൂ 5, എന്നിന്റെ വാല്യൂ 5. ഓക്കെ, അപ്പൊ 5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അലോ ചെയ്യും. അപ്പൊ 1 ഫസ്റ്റ് പ്രിന്റ് ആവും, 0 പ്രിന്റ് ആവും, എഗെയിൻ i പ്ലസ് പ്ലസ് ആവും, 1 പ്രിന്റ് ആവും, 0 പ്രിന്റ് ആവും. വരാനല്ലേ? ശരിയോ? എന്തോ ഒരു തെറ്റുണ്ട്. എന്താണ് തെറ്റ്? പ്രിന്റ് എഫ് ആണ്, ഇവിടെ കൊടുത്തിട്ടില്ല. എൻ്റർ ദ ലിമിറ്റ് 5 കൊടുത്ത്. 5 കൊടുത്താൽ ഇതിൽ എത്ര പ്രാവശ്യമാണ് പറഞ്ഞത് നോക്ക്. 1 2 3 4 5 6 7 8 ടൈംസ് പറഞ്ഞുണ്ട്. അപ്പൊ ഇവിടെ ഇന്നും എന്തോ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ, 6 കൊടുത്താൽ എത്ര പ്രാവശ്യം പറഞ്ഞുണ്ട്? 1 2 3 4 5 6 ടൈംസ് പറഞ്ഞുണ്ട്. അപ്പൊ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്, വരാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായ? ഔട്ട്പുട്ട് പറഞ്ഞുണ്ട്, പക്ഷെ പ്രോപ്പർ ആയിട്ട് 5 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് അല്ലേ വരേണ്ടത്. പക്ഷെ ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 8 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തോ ഇന്നൊരു പ്രശ്നമുണ്ട്. മനസ്സിലായില്ല? ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ പാടെ ഞാനപ്പോ ഇതിൽ എന്ത് ചെയ്യാം, ഇന്നൊരു ലോജിക് യൂസ് ചെയ്യാം. ഇഫ് i മോഡുലോ 2 ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രിന്റ് 1 ചെയ്തോ, ഇത് ചെയ്തോ. ഓക്കെ, ഇല്ലെങ്കിൽ എന്താണ്, എൽസിൽ പോയി. അപ്പൊ രണ്ടും പ്രിന്റ് ആവൂല, അവിടെ ഒരു ബ്രേക്ക് കിട്ടും നമുക്ക്. പ്രോഗ്രാം ഇങ്ങനെ എഴുതിയെടുക്കുക, അല്ലാതെ ഒറ്റയടിക്ക് തന്നെ എല്ലാവരും എഴുതൂല കേട്ടോ അങ്ങനെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആക്കി. അപ്പൊ ഇങ്ങനെ ആക്കി നമ്മൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു 5 കൊടുത്ത്. 5 കൊടുക്കുമ്പോൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഏത് ഫോർമാറ്റിലാണ് വരേണ്ടത്? 1 0. അപ്പൊ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? മാറിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ 1 0 നമ്മൾ മാറ്റി കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം? ഇവിടെ 0 കൊടുക്കാം, ഇവിടെ 1 കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഒന്നാ 1 0 1 0. പിന്നെ ഇവിടെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണ്? 5 ആണ് കൊടുത്തത്, നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്? 4 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കാം? ഒരു ഈക്വൽ ടു വെച്ച് കൊടുക്കാം. ഓക്കെ, ഒന്നാ 5. 2 എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾട്ടർനേറ്റീവ് ആയിരിക്കും അല്ലേ? 1 വെച്ച് ഡിവൈഡ് ആവില്ല, 2 വെച്ച് ഡിവൈഡ് ആവും, 3 വെച്ച് ഡിവൈഡ് ആവില്ല, 4 വെച്ച് ഡിവൈഡ് ആവും, 5 വെച്ച് ഡിവൈഡ് ആവില്ല, 6 വെച്ച് ഡിവൈഡ് ആവും. അപ്പൊ അങ്ങനെയാണ് ഇത് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു പ്രാവശ്യം ഇതിനകത്ത് പോവും, ഒരു പ്രാവശ്യം ഇതിനകത്ത് വരും. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് ചേഞ്ച് ആയി വരും. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ 10 കൊടുത്ത് നോക്ക്. 10 കൊടുത്താൽ 10 ടൈംസ് വരും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഇതിൽ തന്നെ കൊണ്ട് ബ്രേക്ക് എടുത്തോ. ബ്രേക്ക് എടുത്ത് നമ്മൾ എപ്പോ പിന്നെ വരാം, ഇപ്പൊ ജോയിൻ ചെയ്യാം. എത്ര മിനിറ്റ് ബ്രേക്ക് വേണം? 10